അപ്പോൾ ഞാൻ ഒരുങ്ങി ഗൈസ്. ഞാനിന്നൊരു റോസ് കുർത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നൊരു റോസപ്പൂവായിട്ടാണ് ഇറങ്ങുന്നത്. അതിന് മാച്ചിങ് ആയിട്ട് റോസ് ഇയറിങ്സ്. എങ്ങനെയുണ്ട് എൻ്റെ ഇയറിങ്സ്? ഒരുങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. ഇന്ന് എനിക്ക് ഓഫീസിലേക്കല്ല പോകേണ്ടത്, വേറെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് തൃശ്ശൂരായിരുന്നു. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് തൃശ്ശൂരൊക്കെ ഡ്യൂട്ടി കിട്ടുക. അപ്പം പോകാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം തൃശ്ശൂർ റൗണ്ട്, വടക്കുംനാഥൻ ടെമ്പിൾ, അതൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇന്ന് അങ്ങനെ ഞാൻ കണ്ടൊരു കാഴ്ചയായിരുന്നു ഒരു ആന. നല്ല രസമുള്ള ആനയായിരുന്നു. നല്ല തുടുത്ത് നല്ല ഉണ്ടുമണിയായിട്ടുള്ള ഒരു ആനയായിരുന്നു. ചിലപ്പോൾ ഭയങ്കര ശോഷിച്ച ആൺകുട്ടീനൊക്കെ കാണാറ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അടുത്ത് പോയി കാണുന്നുണ്ടായിരുന്നു. ഞാനൊരു ആനപ്രാന്തിയാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പോയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അമ്പലമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഒരു ഫീലാണ്. എന്താണെന്നറിയില്ല, കുറേ പേരിങ്ങനെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടു. അങ്ങനെ വളരെ എൻഗേജ്ഡാണ് ഇപ്പോഴും അമ്പലം. അതിനുശേഷം ഞാനിങ്ങനെ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, കുറച്ച് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഞാനിങ്ങനെ ആ വഴിയിലൂടെ ആസ്വദിച്ച് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവും. ഓരോ ഇടങ്ങളും എന്തെങ്കിലുമൊക്കെ സിഗ്നേച്ചറായിരിക്കും. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഇടങ്ങളാണെല്ലാം. അങ്ങനെ ഷിട്ടൻ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ് ആകാശപാതയൊക്കെ നല്ല കിടക്കാച്ചി ഫോമിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ കയറാറുണ്ട് അതിൻ്റെ മുകളിൽ. ഈവനിംഗ് ഒക്കെ നല്ല രസമാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര അത് ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട്, പ്രത്യേകിച്ച് പണ്ടത്തെ മുകളിൽ ബസ്സിൽ ഷട്ടർ ഇടുന്നത്, അതാകുമ്പോൾ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ഹൈറ്റിലിരുന്ന് സിറ്റി മുഴുവൻ കാണുന്ന ഒരു ഫീലായിരിക്കും. പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് പോകുമായിരുന്നു. ഇതാരാന്ന് മനസ്സിലായോ? മനസ്സിലായവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. വടക്കുംനാഥൻ അമ്പലം കണ്ടു കഴിഞ്ഞാൽ പാറമേക്കാവ് അമ്പലം കൂടെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് പോയി. എനിക്കത് രണ്ടമ്പലം കാണാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഉച്ചയ്ക്കായപ്പോൾ എവിടുന്നാണെന്നറിയില്ല പെട്ടെന്നൊരു മഴ. പക്ഷെ നല്ല ഭംഗിയുള്ള മഴയായിരുന്നേ. ചില മഴകൾക്ക് നമുക്ക് അത്ര ഒരു ഫീൽ തോന്നില്ല, പക്ഷേ ഈ മഴ ഭയങ്കര ഫീലായിരുന്നു. എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ പോലെ ഒരു ഭയങ്കരമായ മഴയാണോ അല്ല, എന്നാൽ ചെറിയൊരു മഴ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാണുന്ന കാഴ്ചകളും ഭയങ്കര മനോഹരമായിരുന്നു. കുറേ പൂക്കൾ, റോസാപ്പൂ, അപ്പോൾ അതിലൂടെയൊക്കെ മഴ പെയ്യുമ്പം ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടപ്പം ഓടി പുറത്തോട്ട് പോയി. അവരുടെ കൂടെയുള്ളവർ എനിക്കിങ്ങനെ ചില വട്ടുകളുണ്ടെന്ന് അവർക്ക് അറിയില്ലല്ലോ. പിന്നെ ഞാൻ കുറേ നേരം പുറത്തൊക്കെ നോക്കി നിന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതിന് ശേഷം എനിക്കെൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകും. ആ സന്തോഷത്തിലാണ് ഞാൻ ഡ്യൂട്ടിയൊക്കെ വേഗം തീർത്ത് വർക്കൊക്കെ വേഗം അവസാനിപ്പിച്ച് ഞാൻ ചാടി ഇറങ്ങി ഓടുകയാണ് അങ്ങോട്ട്. അങ്ങനെ ഞാൻ പതുക്കെ വടക്കേ സ്റ്റാൻഡിലോട്ട് നടക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം വടക്കേച്ചിറ വഴി നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ പോകുമ്പം വടക്കേച്ചിറ ഇപ്പം കുറേ നാളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എന്താ പറ്റിയെന്നറിയില്ല. അറ്റകുറ്റപ്പണികളാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കുറേ ലൈറ്റ്സും കാര്യങ്ങളും ബോട്ടിങ്ങൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ പോലും ഭംഗിയാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വടക്കേ സ്റ്റാൻഡിലേക്ക് എത്തി ഗൈസ്. വടക്കേ സ്റ്റാൻഡ് ഇപ്പം റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. വെൽ ക്ലീൻഡാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണെന്ന്. ഞങ്ങൾ കണ്ടത് ഇവിടെ വെച്ചാണ് ഗൈസ്. ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായോ? കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് വേലൂർ ചുങ്കം ഷാപ്പാണ്. ഞങ്ങൾ വളരെ കുറേ നാളായി പ്ലാൻ ചെയ്യണം ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഏത് ഹട്ടിൽ ഇരിക്കും എന്നിങ്ങനെ ആലോചിച്ചായിരുന്നു നടക്കുകയായിരുന്നു. അപ്പോഴാണ് സത്യം മനസ്സിലായത് ഹട്ടുകൾ ഇരിക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന്. കറികളെല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. എൻ്റെ ഫ്രണ്ടിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ പിന്നെ അത് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ പറഞ്ഞു തരാവേ. ഇത് ചിക്കൻ കൊണ്ടാട്ടം, ഇത് ചിക്കൻ, എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് സംഭവിച്ചത്. ഫോൺ നിലത്ത് വീണെന്ന് ഒച്ച കേട്ട് അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ ഓടി വന്നു. ഇനി എങ്ങാനും ബഹളം വെച്ച് തല്ലും വഴക്കും ആയതാണോ എന്നറിയാണ്ട് ഓടി വന്നു. ശരിക്കും എനിക്ക് ചിരി വന്നു. ഞങ്ങൾ പിന്നെ ഫോണൊക്കെ ശരിക്കും സെറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വളരെ ആസ്വദിച്ച ഫുഡ് കഴിച്ചു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ സംസാരിക്കണം, ഒരു 2-2.5 മണിക്കൂർ സംസാരിക്കണം എന്ന് വിചാരിച്ച് വന്നൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഒരക്ഷരം, സത്യം പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്ന രീതി വെച്ച് ഒരക്ഷരം പോലും ഞങ്ങൾ സംസാരിച്ചില്ല. എന്തൊക്കെയോ ചുമ്മാ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ ഘോരഘോരം ശ്രമിക്കുന്നവരാണ്. സംസാരിച്ചില്ല ഗൈസ്. വേറെ ഒന്നല്ല, ഇത്രയും ഫുഡ് ഇങ്ങനെ മുന്നിലിരിക്കുമ്പോൾ ഇതൊക്കെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഞാനും അവളും വളരെയധികം ഫുഡി ആയിട്ടുള്ള 2 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ഫുഡ് കണ്ടാൽ പിന്നെ വേറെ ലോകമൊന്നുമില്ല. എങ്ങനെ ഒത്തു കിട്ടി എന്ന് ഞങ്ങൾ തന്നെ വിചാരിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ആകുമ്പം എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് കിട്ടിയാലല്ലേ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടമുള്ളൊരു കാര്യം ആൾക്ക് ഇഷ്ടമില്ലെങ്കിൽ
നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ മാറ്റിയേക്കേണ്ടി വരും. ഇത് ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഏറെക്കുറെ സെയിമാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട. അപ്പം ഞാൻ എടി അത് ഓർഡർ ചെയ്യാം, എന്തായാലും ഓർഡർ ചെയ്യാം, ഇത് ഓർഡർ ചെയ്താലോ, അതിനെന്താ അത് ഓർഡർ ചെയ്യാലോ. അങ്ങനെ ഞങ്ങൾ മത്സരിച്ചിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അയ്യോ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നുമില്ല. എന്ത് ഫുഡ് ഓർഡർ ചെയ്താലും എത്ര ഓർഡർ ചെയ്താലും ഞങ്ങളിങ്ങനെ മാക്കം കഴിച്ചുകൊണ്ടിരിക്കും. അത് ഞങ്ങൾക്ക് ജന്മന കിട്ടിയിട്ടുള്ളൊരു സിദ്ധിയാണ് എന്ന് തോന്നുന്നു. ആ ഒരു കഴിവ് ഉള്ളതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നങ്ങനെ കഴിച്ചു. പിന്നെ ഇടയ്ക്കും തിരക്കും ഞങ്ങളുടെ കുറേ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ചില്ലി പോർക്കും അതെ നല്ല അടിപൊളി, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അത് കൂടുതലും വൈറ്റില്ലേ, പോർക്കിൻ്റെ വൈറ്റാണ് കൂടുതലും അല്ല വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അത് മാത്രം ചില്ലി ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പറഞ്ഞോളി വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വൈറ്റ് ഞാൻ പോർക്കിൻ്റെ വൈറ്റ് കഴിക്കുന്നതിൻ്റെ ഫാനാണ്. എനിക്ക് എത്ര കഴിച്ചാലും കഴിക്കാൻ പറ്റുമോ, ഞാൻ ഭയങ്കര അതിലെനിക്ക് ഒരു പ്രത്യേക സ്കില്ലാണ്. പിന്നെ ബീഫ് ഫ്രൈ അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു, നന്നായി മൊരിഞ്ഞ് ശരിക്കും എണ്ണയിൽ ശരിക്കും ഫ്രൈ ചെയ്ത് കോരിയെടുത്തൊരു ടൈപ്പായിരുന്നു, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കപ്പ സാധാരണ പോലെ ഇങ്ങനെ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന കപ്പയായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കൊള്ളിപ്പുട്ട് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിച്ചിരുന്നത് തേങ്ങ കൊള്ളി അങ്ങനെ നമ്മൾ പുട്ടുപൊടി തേങ്ങ അങ്ങനെയല്ലേ ഒരു ലെയർ ആയിട്ടല്ലേ പുട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ ഇതും അങ്ങനെ ഇരിക്കുന്ന വിചാരിച്ചു. പക്ഷേ ഇത് ശരിക്കും തേങ്ങയും കൊള്ളിയും കൂടി ഇങ്ങനെ ഫുള്ളി മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പായിരുന്നു. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്കും അവൾക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം കുറച്ച് ഹാർഡായിരുന്നു. കൊള്ളി ആയതുകൊണ്ട് കുറച്ച് കട്ടി കൂടുതലായെന്ന് തോന്നി. സാധാരണ പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ, ഇതങ്ങനെ സോഫ്റ്റ് അല്ല, കുറച്ച് റഫ് പോലെ തോന്നി. എനിക്ക് അത്ര ടേസ്റ്റ് സാധാരണ ഒരു പുട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ ഓക്കെ, ഒരു ചെറിയൊരു പോർഷനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അതിങ്ങനെ വളരെ സമാധാനമായിട്ടിരുന്ന് കഴിച്ചു. പിന്നെ വലിയ കാര്യത്തിൽ കുടപ്പിലൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിരുന്നു മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ചുമ്മാ 2 സിപ്പ് അടിക്കാന്നല്ലാതെ വേറൊന്നും അത് കഴിക്കാൻ പറ്റിയില്ല. ഫുഡൊക്കെ ഒരു മുള്ളു പോലും ഇല്ലാതെ ഞങ്ങൾ ബാക്കി വയ്ക്കാതെ എല്ലാം തീർത്തു ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനൊരു വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ശ്രദ്ധിച്ചത്. എന്താണാവോ, നല്ല രസമുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവളോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഹായ്.